സ്റ്റോർ. സ്വർണം വാങ്ങാൻ പറ്റുമോ? അമ്മ, ഈ ലോകത്തിലുള്ള എല്ലാ സ്വർണവും ഞാൻ അമ്മയ്ക്ക് കൊണ്ടുതരും. കുറച്ച് സ്വർണം പൈസ കൊടുത്തങ്ങ് വാങ്ങിയാലോ? സ്വർണം ആ അത് നീ എന്ത് വാങ്ങാൻ പറ്റത്തില്ല. 350 ഗോൾഡിന് 8000 രൂപയോ? ഏറ്റവും കുറവ് 669. 25 ബാറ് ബെസ്റ്റ്. ഇതില് നല്ലത് കഷ്ടപ്പെട്ട് നമ്മള് കളിച്ചുണ്ടാക്കുന്നേ. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. എടാ അല്ലേലും നമ്മൾ ഒരിക്കലും മനസ്സിലായി ഇങ്ങനെ പൈസ കൊടുത്തിട്ടുള്ള പരിപാടി ഒന്നും ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ കളിച്ചുണ്ടാക്കണം. അപ്പൊ കിട്ടുന്ന ഒരു ഫീൽ എന്നൊക്കെ പറഞ്ഞാൽ അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. മനസ്സിലായ? പൈസ കൊടുത്ത് ഏത് പൊട്ടനും വാങ്ങാം, പക്ഷെ കളിച്ച് ഉണ്ടാക്കാനാണ് പാട്. മനസ്സിലായടാ? റിയൽ ഗെയിമേഴ്സ് അങ്ങനെ പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. റിയൽ ഗെയിമേഴ്സ് കുറച്ച് സ്വർണം പൈസ കൊടുത്തങ്ങ് വാങ്ങിയാലോ? സ്നൈപ്പ്, ഞാനൊരു പുതിയ ഡ്രസ്സ് വാങ്ങാൻ പോവാടാ. ഇതൊക്കെ ഒരുമാതിരി അപരാധം തന്ത സാധനം. എന്താ ഈ ഡ്രസ്സിന്റെ പ്രത്യേകത ഉണ്ടോ? പെമ്പിള്ളേർ വരുന്ന ഇങ്ങനെ ഇരിക്കുന്ന ആ ഡ്രസ്സ് കണ്ടിട്ട്. അപ്പൊ അതല്ലേ നമ്മൾ വാങ്ങണ്ട ശരിക്കും പറഞ്ഞ അല്ലേ? $450 ഡ്രസ്സ് ഒന്നും നോക്കുന്നില്ല സ്നൈപ്പ്. ഞാൻ ഇത്രയും കാലം ഉണ്ടാക്കിയ പൈസ കൊണ്ട് ഞാൻ ഡ്രസ്സ് വാങ്ങാൻ പോവാ. നിനക്ക് എന്താ അഭിപ്രായം? എന്ത് $489 ഉണ്ട്. ഞാൻ 450 സാധനം അങ്ങ് വാങ്ങും. ദിസ് ഐറ്റം ഇസ് ലോക്ക്ഡ്. പൈസ മാത്രം കൊടുത്താ പോരെ? റാങ്ക് 25. ഒരു കാര്യം പറഞ്ഞു, നല്ല തണുപ്പ്, നല്ല രാത്രി, വാലന്റൈനിൽ ബാറിൽ പോയി കഴിഞ്ഞാൽ അവിടെ കുറെ ആൾക്കാർ, കുറെ പെൺപിള്ളേരുണ്ടാവും. പിന്നെ വണ്ടി വാലന്റൈനിലോട്ട് വിട്. നമുക്ക് 2 അടിച്ച് 2 പറഞ്ഞൊക്കെ ഇരിക്കുക അല്ലേ? അല്ല ഡേവിഡേട്ടാ, കിങ്ഫിഷർ ഉണ്ടാ ചിൽഡ്? നീ എന്താടാ മുട്ടുകുത്തിയിരിക്കുന്നത്? ശീലമായത് ഇപ്പം? എന്റെ കയ്യിലിരിക്കണ സാധനം കണ്ട വെട്ടുകത്തി. എന്ത് കോടാലിയോ ഇത്? പുഷ്പേന്റെ കോടാലിയ. ഒന്ന് കാണട്ടെ. അല്ല പുഷ്പനായിരുന്നു കാണട്ടെ. അല്ല പുഷ്പക്ക് താടിയൊന്നും ഇല്ലേ? താടിയില്ലാത്ത പുഷ്പയാ? താടിയില്ലാത്തത് പ്രശ്നമില്ല. അപ്പുറത്ത് ഇപ്പുറത്തേക്കും കാട്ടി വെക്കണേനും കാട്ടി. ഡാ ഊൾവറിന് കേട്ടിട്ടുണ്ടോടാ നീ? കേട്ടിട്ടുണ്ടാ? എനിക്ക് എടാ ഇവൻ എന്തിനു വണ്ടി നിർത്തടാ? എടാ ഉരുട്ടി കേട്ടിടാ എന്റെ തല. ഓടിയോടാ അവന്. ഇതിനകത്ത് പോ. അയ്യോ കേറി എന്നെ കൊണ്ടോ സേഫാ കേറിക്കോ. കേട്ടോ? അതെ, നമ്മൾ എങ്ങോട്ടാ പോണ്ടേ? അല്ല നീയല്ലേ പറഞ്ഞ ബാറിൽ പോണം, വെള്ളം അടിക്കണോന്നൊക്കെ. ഈ തണുപ്പത്ത് അത് ഈ പട്ട. അയ്യോ എടാ നമ്മള് സാധനം മോഷ്ടിച്ചെന്നും പറഞ്ഞു പോലീസാണ് അത്. അല്ല സാധനം മോഷ്ടിച്ചതല്ല, പിന്നെ ഞാൻ പുഷ്പന്റെ കോടാലി എടുത്ത് മറ്റേ തലക്കെറിഞ്ഞറിയാണ്ട്. ഇത് എങ്ങോട്ടാ നമ്മളിപ്പോ പോന്നെ? എവിടെ ഇടിച്ചു പറ്റുന്ന? ഞാൻ മപ്പ് റൈഡറാ, പറഞ്ഞോട്. മപ്പ് റൈഡർ ഇതാണോ ബാറ്? എവിടെയാണ് ബാറ്? ആൾക്കാരില്ലേ, ഞാൻ വരത്തില്ല. എനിക്ക് ആൾക്കാരുള്ളൂ. അപ്പൊ ഞാൻ നൈറ്റേ വരത്തുള്ളൂ. ഈ ടൈമിൽ ആൾക്കാർ എടാ തേടോ ഒരുത്തന് തീ പറഞ്ഞിടുന്ന്. ഇത് ബാർ അല്ലേ? ഇതല്ലേ ബാറ്? സൂപ്പർ. എന്താ? ഒന്നുമില്ല കേറ്. ശരിയാണല്ലോ, ബാറാണല്ലോ ഇത്. റൈറ്റിന്റെ അടുത്ത് തീ വിടുന്നുണ്ട്. എടാ ഫ്രണ്ടില് സലൂൺ എന്നല്ലേ എഴുതി വെച്ചേക്കുന്നേ? അകത്ത് കയറിയപ്പോ ബാറ്, ഒരു വിസ്കി. എന്തൊരു സെറ്റപ്പ് അല്ലേ? ബാർബർ ഷോപ്പ് ഒരു വിസ്കി ആടി ഒരെണ്ണം, അത്രേ ഉള്ളു. അടിച്ചു കയറ്റി. സെറ്റ്. മച്ചാനെ ഒരു ബിയർ കൂടെ തരുമോ? 2 ബിയർ 50 സെന്റ് ആണെന്നോ? ഓക്കെ. ഇവനെന്തോ ഇവിടെ പേടിയൊന്നും ഇല്ല കേട്ടോ. താടി വന്ന താടിയൊക്കെ ഒരു പുഷ്പയാണ്. ഞാൻ പുഷ്പയാണ്, മനസ്സിലായ? പുഷ്പൊക്കെ താടിയാണ്. ഇനി ജോലി നമ്മളിനി ജോലിന് സീരിയസ് ആവും. വട്ടം വെച്ചില്ല പുഷ്പ സാർ, വട്ടം വെച്ചിട്ടില്ല അവൻ. പുഷ്പ സാറിന് തോന്നിയതായിരിക്കും. സാർ വിട്ടോ. ഇങ്ങനെ സംസാരിച്ചതിന് എനിക്കും കുഴപ്പമില്ല. If we take out the ammunition dump, Dynamite. one of you gets the opportunity to kill my so-called lifelong best friend in business. പുഷ്പരാജ് അവൻ കയ്യിലോട്ട് വെച്ച് ചുമന്ന സാധനം കണ്ടപ്പം ചന്ദനത്തടിയാന്ന് തെറ്റിദ്ധരിക്കണ്ട. അത് ബോംബ്. ഇത് ഈ ജോലി കഴിഞ്ഞിട്ട് മറ്റേ അവിടെ പോയിട്ട് എന്റെ ഡയലോഗ് പറയണം. ഏത്? പുഷ്പ ഫ്ലവർ അല്ലടാ. അപ്പൊ നീ പറ. ഫയറാ? വേൾഡ് ഫയർ.
എടാ ഇത് ബോംബ് വെച്ച് തകർക്കാനാണ് ഇവൻ പറയുന്നത്. ഇവിടുന്നേ പോവാ. അല്ല ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ റിവോൾവറിലുള്ളത് 4 ഉണ്ട, ഷോട്ട് ഗണ്ണിലുള്ളത് 17 ഉണ്ട. നമുക്ക് കത്തിക്കറിഞ്ഞാൽ പോരാടാ ഇവനെയൊക്കെ. എന്റെ അമ്പുണ്ട്. ആ പിന്നെ അങ്ങനെ ആവട്ടെ, അല്ലെങ്കിൽ അവന്മാരെ കൊന്നു അവന്മാരുടെ കയ്യിൽ നിന്ന് ബുള്ളറ്റ് എടുത്താണ് ശീലം. പൈസ കൊടുത്ത് ബുള്ളറ്റ് വാങ്ങിച്ച ശീലമില്ല. അവന്മാരുമായിട്ട് ഫൈറ്റ് എടുത്തിട്ട് വേണം അതിനകത്തോട്ട് കയറാനും അതിനകത്ത് ബോംബ് വെച്ച് തകർക്കാനും. അത്രേ ഉള്ള സ്നൈപ്പ്. ഏതാ റേഞ്ച്? അല്ല നമ്മൾ ഈ സ്ലോ മോഷനിലൊക്കെ നടന്ന് അങ്ങ് എത്തുമ്പോഴത്തേക്ക് നാളെ എത്തില്ലേ? അല്ലേ സ്ലോ മോഷൻ ഇട്ട് അവിടെ ചെന്ന് അവന്മാരെ അടിച്ച് കറക്കി ചന്തി കീറി വിടും. അതാ ഞാനും ആലോചിക്കുന്നത്. പയ്യെ സ്റ്റെൽത്ത് പറ്റൂടാ ഇവിടെ. പിന്നെ മണ്ണേ കയറാൻ പറ്റത്തില്ല. തോട്ടെ ഞാൻ അവനെ പോയി എടുക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് എവിടെ നമുക്ക് അകത്തോട്ടൊരു എൻട്രി ആണ് വേണ്ടത്. ഇപ്പൊ വല ഡൈനാമൈറ്റ് ഫുള്ളൊന്ന് കറങ്ങിയതാ. വേറെ വല്ല സ്ഥലം ഉണ്ടോന്ന് അറിയാനായിട്ട്. ഇതൊന്നും നമുക്കൊരു പൂത്തിരിയല്ല വല. പൂത്തിരിയാ? ഡൈനാമൈറ്റ് പൂത്തിരിയാ? അതന്നെ. അല്ല എവിടെയാണ് ഗ്രൈമാറ്റ് വെക്കണ്ടേ? അപ്പൊ ഇത് പൊട്ടിക്കാനായിരുന്നു ഇവന്മാര് ബോംബ് തന്നതല്ലേ? ഞാൻ കത്തിച്ചു വിടണേ. തണുപ്പത്ത് കത്തോ? പിന്നെ ഇല്ല, പൊട്ടി നശിക്കട്ടല്ലോ. ഓ ചവിട്ടി തുറക്കണം. വാ ചവിട്ടി അവന്റെ കണ്ണാക്കിലോട്ട്. ഡൈനാമൈറ്റ് വെച്ച് പൊട്ടിച്ചിട്ടൊന്നും തുറക്കുന്നില്ലല്ലോടാ ഇത്. എടാ നീ ഡൈനാമൈറ്റ് വെച്ചായിരുന്നാ? ഇല്ല, രണ്ടുപേരും വെക്കണമായിരുന്നു തോന്നണല്ലേ. എടാ പട്ടി, ഇത് എങ്ങനെ തുറക്കാനാണ് ഇത്? കൊണ്ടുവെക്കണ പിന്നെ മാറ് വെക്കട്ട്. കത്തിക്ക് നീ. അയ്യോ മേളിൽ അടി വരുന്നു. എടാ പൊട്ടിയടാ. നമുക്ക് അകത്തോട്ട് വരുമ്പോ എവിടാ? എടാ സ്നൈപ്പർ, നീയാണോ മണ്ടയിലോട്ട് കയറിപ്പോയേ? ഞാനും വിട്ടറാ. എന്നെ അറിഞ്ഞ് ഒരു ലോഡ് ആൾക്കാരുണ്ട്. നമ്മള് വിചാരിക്കും പോലെ അത്ര എളുപ്പമല്ല. കൊല്ലവനെ വെടിവെച്ചിട്. അവിടെ ഫ്രണ്ടില് ഞാൻ അവിടെ പോവാണെങ്കിൽ. എനിക്ക് പേടിയാണ്. എടാ അവിടെ ആൾക്കാർ കയറണടാ മേളിലോട്ട്. ഞാൻ പുഷ്പേക്ക് ഇത്ര ആളൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. ആള് വരുത്തടോ. അയ്യോ കേറി അവനൊക്കെ. എന്നെ ഉണ്ടല്ലോ വെടി വെച്ച് കയറിക്കാൻ. എടാ എന്നെ കൊല്ലറായി. എടാ ഞാൻ ചാവൂടാ ഇപ്പം. എടാ രക്ഷപ്പെടുത്തടാ പുഷ്പൊക്കെ പേടിയാണ്. ദൂരത്തിന് ഇവിടെ വന്നിരിക്കണം. ജോലി കഴിഞ്ഞിട്ട് മറ്റേ അവിടെ പോയിട്ട് എന്റെ ഡയലോഗ് പറയണത്. ഏത്? പുഷ്പ ഫ്ലവർ അല്ലടാ. അപ്പൊ നീ പറ. ഇവിടെ വന്നിരിക്കണം. എടാ നിന്റെ ഉണ്ടല്ലോ വെടിവെക്ക്. ഞാൻ ചത്തി തോക്കെടുത്ത അങ്ങോട്ട് എയിംചെടാ. ഓടാനാ? അയ്യോ കിട്ടി. എടാ ഇവിടെ ആള് വന്നടാ. എടാ സ്നൈപ്പേ വെടിവെക്കടാ. അയ്യോ എടാ പന്നെ പേടിയാണ്. അയ്യോ എടാ താടി വീശം വെച്ചിറങ്ങിയ പേടിത്തോണ്ട. അടുത്തവൻ. എടാ നമ്മളൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ഇവിടെ തന്നെ നിന്നാ മതി. ഇവിടെ ഉള്ള ഏരിയ ഉള്ള എല്ലാ ബുദ്ധിയില്ലാത്തവന്മാരും ഇനി ഓടി വരുന്നുണ്ട്. മനസ്സിലായ? അത് സത്യം പറഞ്ഞ ഒരു ബുദ്ധിപരമായ നീക്കമാണ്. വാ ഇല്ല ആൾക്കാര് ചർച്ച ചെയ്യുമ്പോ ഞാൻ വരാം. എന്നാ പിന്നെ നീ അവിടെ ഇരിക്കി. എന്റെ അടുത്ത് ഒരുത്തം വന്ന പോലെ എന്നെ രക്ഷിക്ക് പോലെ. ഞാനെങ്ങനെയാണോ ഉണ്ടയില്ലാതെ രക്ഷിക്കണേ? ഇതായി നീ ആയിരുന്ന എനിക്ക് കരടീനെ മാത്രം മുട്ടയെ കൊണ്ട് ഇടിച്ചല്ലാന്നറിയത്തുള്ളൂ. മുഖമൊന്ന് കാട്ടാൻ. എന്റെ പേര് പറഞ്ഞ വൈൽഡ് ഫയർ അല്ലേ? അവര് വരുന്നുണ്ട്. വാടാ വെടി വെക്കണ്. എടാ സൗണ്ട് മാത്രം കേൾക്കാം. ഇതിനകത്ത് ഏതോ ലീഡർ ഉണ്ട് കേട്ടോ. അവനെ കൊല്ലണം. കവറാണെന്നാ ഇറങ്ങിയില്ല നീനകത്തൂന്ന്. എടാ പട്ടി ഇറങ്ങണോ കൂട്ട്. ഇറങ്ങണോ? ഞാനുള്ള വെടി മൊത്തം ചന്തി മൊത്തം ഉണ്ടായി ഇപ്പം. അയ്യോ സ്നൈപ്പർ വാടാ. ഞാൻ ചാവൂടാ. ഉറപ്പാ ഞാൻ ചാവും. ഇനി പുഷ്പ വരാന്നുള്ള കാണിക്കാനുള്ള ടൈമായി. ഇനി ആരും ഇല്ല കാണിക്കാനായിട്ട്. വാ ഇനി അവനോടേ ഉള്ളു. ഇതിനകത്തുണ്ടവൻ.
ഇവനെ തേടിയാണല്ലോ നമ്മൾ വന്നത്. കേറി നിൽക്കുക. പാസ് അടിക്കല്ലേ? അയ്യോന്റെ പാലനടിച്ച് കറക്കും. എന്നെ പൊക്കിട്ട് പോടാ, ചത്തു പോടാ. പൊങ്ങിയില്ലപ്പാ. ഇല്ല, പൊക്കിട്ട് പോടാ. ഇതെങ്ങനെ പൊങ്ങ് പല അതേമാര് വന്ന് വരാടി. എവിടെ അടിക്കാൻ? എടാ ഇവിടെ മൊത്തം ബോംബ് വെച്ച് തറക്കണം. സെറ്റ് ഗോ. ലൈറ്റ് ഫ്യൂസ്. ലെറ്റ്സ് ഗോ. പറഞ്ഞ പണി ചെയ്തിട്ടുണ്ട്. കത്തിക്കോ. നീ അവിടെ കത്തിച്ചല്ല. ഇനിയും കുറച്ച് ആൾക്കാർ വരുന്ന പറയണം. ഞാൻ ഓടട്ടാ. അവന്മാര് പറഞ്ഞ 3 സാധനം പൊട്ടിക്കുകയും ചെയ്ത് മറ്റേ ലീഡറിനെ കൊന്നു. ഇനി മറ്റവനെ പോയി മീറ്റ് ചെയ്യും. Makes my life much easier. നക്കാപ്പിച്ച പൈസ You never get the planning of. എറിഞ്ഞു തരുന്ന ഇത്ര കഷ്ടപ്പെട്ടിട്ട് നമ്മള്. എടാ നമ്മൾ ഈ ബോംബും വെച്ച് നമ്മൾ ഇന്ന് അവന്റെ അടുത്ത് ജോലി ചെയ്ത് നാളെ ഇവൻ നമ്മുടെ അടുത്ത് വരും. പല അത്രേ ഉള്ളൂ. ബാൽഷാദ് എന്ന് പറഞ്ഞു വരും. ഏത് എങ്ങനെ ബാൽഷാ കണ്ടാ മതി. അതിനു വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു സാഹിബ്. അന്ത ദിവസത്തിന് വേണ്ടി. ഏത് ദിവസം? അല്ല ഇവനെന്നെ സാറേന്ന് വിളിച്ചു വരുന്ന ദിവസം. സ്വപ്നം നീ അവിടെ സ്വപ്നം കണ്ടോണ്ടിരുന്നോ? സ്വപ്നവും കാണും. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ജോലിയൊക്കെ ചെയ്ത് കഴിയുമ്പോ നമ്മളെ ഇവിടത്തെ കിങ്ങി. അപ്പൊ ഇവനൊക്കെ വിളിക്കും സാർ. ഇപ്പൊ ജോലി ചെയ്യുന്നില്ലേ? നമുക്ക് ബാറിൽ പോയി 2 അടിച്ചാലാ. എന്നാ പിന്നെ വാ 2 അടിച്ചിട്ട് പോ. ആരും ഇല്ലല്ലോ അങ്ങോട്ട് ബാറില്. എൻജോയ്മെന്റ് ഇല്ലല്ലോ. ഇവിടത്തെ ബാറ് പോരടാ. നമുക്കൊരു ബാറങ്ങ് തുടങ്ങിയാലോടാ. പക്ഷെ സത്യം പറഞ്ഞ കൊറേ ആൾക്കാർ നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഇപ്പുറത്തെ ബാറ്, ഇവിടെ ബാർബർ, അവിടെ ബാർ, ഇവിടെ ബാർബർ. ഇപ്പോഴാണ് ശരിക്കും ഈ ബാർബറിനും ബാറും തമ്മിലൊരു മറ്റേ റോട്ടിൽ പോണവരൊക്കെ വന്ന് അടിക്കണതായിരുന്നു. നമ്മ VIP സ്ഥലത്ത് പോവാ. അതെവിടാ? അവിടെ തന്നെ ഉണ്ട്. ഇവിടെ തന്നെ ഉണ്ടോ? അപ്പൊ അങ്ങോട്ട് പോവാം. നമ്മൾ അറിഞ്ഞില്ലല്ലോ VIP യുടെ ഏരിയ ഏതാന്ന്. ഇതാണ് VIP-ന്റെ ബാർ. ഹോട്ട് ഫുഡ്. ഇത് അതിനേക്കാളും പെട്ടിക്കടയാണല്ലോ. ഇതാണ് നിന്റെ VIP ബാറ്. ഇതാണ് ശരിയായ. ഇവിടെ മറ്റേ ജവാൻ മാത്രമേ കിട്ടത്തുള്ളൂ. അണ്ണാ ഒരു ജവാൻ. ആ Hello. ജവാൻ അടിച്ച് കിളിയായി വേറെ എവിടെ എത്തിയാൻ? ഡ്രസ് ഷോപ്പിലെത്തി. ഏത് ഡ്രസ് ഷോപ്പിൽ? എടാ ഞാനെവിടാ, നീ എവിടാ? ജവാന്റെ ഒക്കെ ഒരു പവർ നോക്കണേ. 1 ഏക്കർ അപ്പുറത്താണ് ഞാൻ നീയും തമ്മില്. ഞാൻ മെയിൻ സിറ്റിയിലെത്തി. ഹലോ 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 ഹലോ. അതാരാ? ഹലോ പറഞ്ഞ ആരാടാ? ഹലോ ഹലോ. Anything in there that caught your eye? Come with me. Hey baby girl. എടാ വൃത്തികെട്ടവനെ കണ്ടപ്പോ പിള്ളേരോട്ട് കുഴഞ്ഞോണ്ടിരിക്കല്ലടാ. ഹൈ ഗേൾസ്. അയ്യോ എടാ അവരെന്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്നടാ. പെട്ടിയൊക്കെ ഇട്ട് തന്നേക്കുന്ന. എടാ ഓപ്പൺ. ഇതെന്താ? ടേക്ക് അളിയാ. എന്തോ എനിക്ക് അയ്യോ മാലാക. ഇതോ കമ്പിത്മീന്ന് ആ പെണ്ണ് വിളിച്ച്. മാലാകമാര് നമുക്ക് വേണ്ടി. മാലാക എന്താടാ? അസ്ഥികൂടത്തിന്റെ രൂപത്തില്. മാലാക ഏത് രൂപത്തിൽ വരും? മാല ഓ നമ്മള് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത് ദൈവം നമുക്ക് കൊണ്ടുവന്ന പൈസ. സത്യം. ദൈവമല്ല മാലാക. സത്യം. മാലാക 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 മാലായിരം മാലാക മാലാക. നാളെ എണ്ണീച്ച് വരുമ്പോ ബാൻ വല്ലതും കിട്ടൂടി നമുക്ക്? ഓൺലൈനില് ബാനില്ല. മാലാക 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 മാലാക. ആ ദിവസം എത്തിക്കഴിഞ്ഞ സ്നേഹിപ്പേ, നമ്മൾ കോടീശ്വരന്മാരാവുന്ന ദിവസം.